പാലക്കാട് കോട്ടോപ്പാടം കാട്ടിൽ അയ്യപ്പ ക്ഷേത്രത്തിലെ ദീപസ്തംഭം തകർത്തുവെന്ന് പരാതി. പുറത്തുനിന്നുള്ള ഒരാൾ ദീപസ്തംഭത്തിന്റെ മുകളിൽ കയറുന്നതിന് ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതിയും നൽകി. നിഖിൽ പരമേശ്വരങ്ങളുമായി. നിഖിൽ, പുറത്തുനിന്നൊരാൾ ഓടി വന്ന് കയറുന്നു എന്നതല്ലേ വ്യക്തമാവുന്നത്? ആരാണ് അയാൾ എന്നത് വ്യക്തമാവുന്നുണ്ടോ? ആ വ്യക്തിയെ ഇതുവരെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി, അദ്ദേഹം വളരെ വിചിത്രമായിട്ടാണ് ഈ മോഷണം നടത്തുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു ദീപസ്തംഭത്തിന് ചുറ്റും പലകുറി വലം വെക്കുന്നു. അതിനുശേഷം വന്ന് നേരെ ഈ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ദീപസ്തംഭം തകർത്ത് താഴെ ഇടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹം അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയുണ്ടിൽ അത് താഴേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ, അതിനുശേഷം അദ്ദേഹം ഈ ശ്രീകോവിലിന് നേരെ മുന്നിൽ വന്ന് അല്പസമയം ശ്രീകോവിലേക്ക് നോക്കി നിൽക്കുന്നു, അതിലൂടെ കടന്നു പോകുന്നു. അതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിട്ടുമുണ്ട്. നാട്ടുകൽ പോലീസിലാണ് ക്ഷേത്രം ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിട്ടുള്ളത്. എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമല്ല. ഈ ദീപസ്തംഭം തകർത്തതിലൂടെ എന്താണ് ലക്ഷ്യമിട്ടത് എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും പ്രതിയുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞുകൊണ്ട് പോലീസിന് അല്പം കൂടി അന്വേഷണം എളുപ്പമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് മോഷണ ശ്രമമോ മറ്റൊന്നും തന്നെ നടന്നതായിട്ടുള്ള വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രതി ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം വിചിത്രമായി ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദീപസ്തംഭത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നു. അതിനുശേഷം അല്പം മുൻപ് നിർമ്മാണം പൂർത്തിയായ ദീപസ്തംഭത്തിന് മുകളിൽ കയറുന്നു. അത് ഒറ്റയുന്തിന് താഴേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം ശ്രീകോവിലിന് മുന്നിൽ വന്ന് അല്പസമയം ഉള്ളിലേക്ക് നോക്കി നിന്ന ശേഷം അവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നാട്ടുകൾ പോലീസിന്റെ ഇതിനോടൊപ്പം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തോ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾക്ക് പോലെ കാണിക്കുന്നുണ്ട്. വന്ന് മൊത്തത്തിൽ ഓട്ടോ ചാട്ടോ ഒപ്രാളോ കാണിക്കുന്നുണ്ട്. അതിനോട് ദീപസ്തംഭം തള്ളി മറിച്ചിട്ട് കുറച്ചു നേരം അവിടെ നിർനിമേഷമായി നോക്കി നിന്നിട്ട് അങ്ങ് മടങ്ങുകയും ചെയ്യുകയാണ്. മോശമൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് പ്രശ്നം എന്ന് പോലീസ് കണ്ടെത്തട്ടെ.